സുഭാഷ് സാർ, മറ്റു വേദിയിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രശാന്തിന്റെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് പ്രമോദ് സാർ ഉൾപ്പെടെ, നമ്മുടെ ശിവരാജ് സാർ ഉൾപ്പെടെ എല്ലാ ബഹുമാന്യരെയും ഓർത്തുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു ആത്മാവിന്റെ ഓർമ്മ അനുസ്മരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും സഹായം അർഹിക്കുന്നവർക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഈ വലിയ ചടങ്ങിന് എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം ജീവിതത്തിൽ ഉറപ്പാണ്, ജനിക്കുന്ന ഓരോരുത്തരും മരിക്കുമെന്നത്. ജനിച്ചാൽ മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, അത് എങ്ങനെ ജീവിച്ചിരിക്കുന്നു, എപ്രകാരമാണ് ജീവിതം എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓരോ മരണവും നമ്മളെ അനുസ്മരിപ്പിക്കേണ്ടത്, നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത്, നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് ഇത് തന്നെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കുന്നു എന്ന് മാത്രം നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു എന്നതാണ്. വഴിയിൽ എല്ലാവരുടെയും കാല് തട്ടിക്കൊണ്ട് ഇരിക്കുന്ന ഒരു പാറ, അത് നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന ആർക്കും നന്മ ചെയ്തുകൊണ്ടല്ല ജീവിക്കുന്നത്. അത് മറ്റുള്ളവരുടെ വഴിമുടക്കി കാല് വേദനിപ്പിച്ച് നിൽക്കും. എന്നാൽ ഒന്നോ രണ്ടോ ദിവസം വിടർന്ന് സുഗന്ധം പരത്തി കണ്ണിന് മനോഹാരിത നൽകി സന്തോഷം നൽകിക്കൊണ്ട് കടന്നു പോകുന്ന ഒരു പുഷ്പം, അതിന്റെ ജീവിതം ചെറുതെങ്കിലും അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് സന്തോഷം പരത്തിക്കൊണ്ട് ജീവിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായി, ഒരു ചലഞ്ചായി ഏറ്റെടുക്കേണ്ടത് ഇതാണ്: എന്റെ ജീവിതം എങ്ങനെയാണ്, എത്രമാത്രം നന്മ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അത് നമുക്ക് ജീവിതത്തിൽ നന്മ പകരാൻ ഉള്ളൊരു പ്രചോദനമായി മാറട്ടെ എന്നാണ് എൻ്റെ ആശംസ. പ്രമോദ് സാറ് ഞങ്ങളുടെ KPST എന്ന അധ്യാപക സംഘടനയുടെ തിരുവനന്തപുരം നോർത്ത് സബ് ജില്ലയുടെ സെക്രട്ടറിയായി വർഷങ്ങളായി സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ തിരുവനന്തപുരം റവന്യൂ ജില്ലയുടെ കൗൺസിലറായി ഈ വർഷം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അധ്യാപക സമൂഹത്തിന് മൊത്തം അദ്ദേഹം നൽകുന്ന വലിയ സംഭാവനയും സേവനവും ഞാൻ ഇവിടെ പ്രത്യേകമായി അനുസ്മരിക്കുകയാണ്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നാം ജീവിച്ചിരിക്കുന്ന കാലത്ത് എത്രമാത്രം നന്മ ചെയ്തുകൊണ്ട് അധ്യാപകരുടെ ഓരോ കാര്യങ്ങളിലും അവരുടെ ബുദ്ധിമുട്ടുകളിൽ അപ്പോയിന്റ്മെന്റ് കിട്ടാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുന്നതിൽ, കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നതൊക്കെ വളരെ മുൻപന്തിൽ നിന്ന് നയിക്കുന്ന പ്രിയപ്പെട്ട പ്രമോദ് സാറ് ഇത്തരത്തിലൊരു സംരംഭം ജ്യേഷ്ഠന്റെ ഓർമ്മയ്ക്കായി, ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾക്കായി അത് നൽകുമ്പോൾ അത് ചെറുതെങ്കിലും അത് പിന്നീട് വളരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത്തരത്തിൽ ഒരു നന്മയുടെ, ഒരു സ്നേഹത്തിന്റെ കണിക കാണിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പ്രകാശമായി പരത്തിക്കൊണ്ട് ആ ജീവിതത്തെ ഉദാത്തമാക്കി തീർക്കുക, ശ്രേഷ്ഠമാക്കി തീർക്കുക എന്നതാണ് ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കടമ. ആ കടമയും ഉത്തരവാദിത്വവും ധാർമ്മികതയും പ്രിയപ്പെട്ട പ്രമോദ് സാർ ഏറ്റെടുത്തുകൊണ്ട് ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുമ്പോൾ, സൂര്യൻ അസ്തമിക്കുന്ന സന്ദർഭത്തിൽ ഗീതാഞ്ജലിയിൽ ഒരു കഥയുണ്ട്, രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു കഥ, അതോടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്, ഭൂമി മൊത്തം ഇരുട്ടാകുന്നു. ഇനിയും എങ്ങനെ ഈ ഭൂമിയെ ഇരുട്ടത്ത് ആക്കിക്കൊണ്ട് എനിക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് ദുഃഖത്തോടെ സൂര്യഭഗവാൻ വിഷമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ ചന്ദ്രനോട് ചോദിച്ചു, ചന്ദ്ര, ഞാൻ പോവുകയാണ്, നീ ഭൂമിക്ക് പ്രകാശം പരത്താമോ? അപ്പൊ ചന്ദ്രൻ വന്ന് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയില്ല ഭഗവാനെ, മേഘങ്ങൾ വന്ന് എന്നെ മൂടിക്കളയും, അപ്പോൾ ഞാൻ ഇരുട്ടായി പോകും, എനിക്ക് ഇരുട്ടിൽ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കാൻ കഴിയില്ലല്ലോ. ആകാശത്തിൽ ഓരോ ഗോളങ്ങളോടും ചോദിക്കുന്നു, ഈ ഭൂമിയിൽ നീ വെളിച്ചം പരത്താമോ? എല്ലാ ഗോളങ്ങളും പറയുന്നു, എന്നെ കൊണ്ട് കഴിയുന്നില്ല, എന്നെ കൊണ്ട് കഴിവില്ല എന്ന് പറയുമ്പോ ഒരു കൊച്ചു മിന്നാമിനും ഓടി വന്ന് പറയുന്നുണ്ട്, ഭഗവാനെ, എന്റെ വെട്ടം വളരെ ചെറുതാണ്, എനിക്ക് ഒത്തിരി പരിമിതികളുണ്ട്, എങ്കിലും ഞാൻ എന്നെ കൊണ്ട് കഴിയും വിധം പ്രകാശം പരത്താം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യഭഗവാനെ ആശ്വസിപ്പിക്കുന്ന ഒരു കഥ രവീന്ദ്രനാഥ് ടാഗോർ തന്റെ ഗീതാഞ്ജലിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും തന്നെ കൊണ്ടാവുന്ന പോലെ ഒരു ചെറിയ പ്രകാശ ദീപമായി, ഒരു ചെറിയ മെഴുകുതിരിയായി ഈ ഇരുളിൽ പരത്തി നിൽക്കുവാൻ ഇദ്ദേഹത്തിന്റെ, നമ്മുടെ പ്രശാന്തിന്റെ ഓർമ്മ അനുസ്മരിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് നന്മയുടെ ദീപ്തമായി പകർന്നു നൽകുമ്പോൾ, അങ്ങനെ കുറെ മെഴുകുതിരികൾ ഇങ്ങനെ കത്തി ജ്വലിക്കുമ്പോൾ ആ ഇരുള് മാറി പ്രകാശം പകരും. അതാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെയാകട്ടെ.
അതിനുള്ള എല്ലാ സംരംഭവും കൈകൊണ്ട പ്രിയപ്പെട്ട പ്രമോദ് സാറിനും കുടുംബത്തിനും ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ആ വലിയ മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.